നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്തേ പ്രശാന്ത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹം എത്രമാത്രം രാജ്യത്തെ ജനങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്നുള്ളൊരു അത് കഴിഞ്ഞ ദിവസം നമുക്ക് ഒന്നുകൂടി വ്യക്തമായി. അതൊരു ഭരണാധികാരി, ലോക രാഷ്ട്രത്തലവന്മാരിൽ അവർക്കൊപ്പം മുന്നിൽ നിൽക്കുന്ന നരേന്ദ്രമോദി, അദ്ദേഹത്തിന് വേണ്ടി തൻ്റെ സുരക്ഷാ വാഹന വ്യൂഹം വെട്ടിക്കുറയ്ക്കാനൊക്കെ ആവശ്യപ്പെട്ട് സ്വയമേവ ആ ചിലവ് ചുരുക്കൽ എങ്ങനെയാണെന്ന് നമ്മുടെ ജനത്തിന് കാട്ടിക്കൊടുത്ത പ്രധാനമന്ത്രി. കഴിഞ്ഞ ദിവസം നമ്മുടെ നീറ്റ് പരീക്ഷയായിരുന്നു അല്ലേ, പരീക്ഷ നീറ്റ് UG പുനഃപരീക്ഷ നടക്കുകയായിരുന്നു. കുറ്റമറ്റ രീതിയിൽ തന്നെ നടന്നു. കാരണം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയൊക്കെ കനത്ത കാവലിലായിരുന്നു. CRPF CSF ജവാന്മാരുടെ കനത്ത നിയന്ത്രണത്തിലായിരുന്നു. വ്യോമസേനയാണല്ലോ അതെ, അവരാണ് പേപ്പറൊക്കെ കൊണ്ടെത്തിച്ചു കൊടുത്തത്. അപ്പാച്ച് നമ്മുടെ മറ്റേ നേവിയുടെ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി കുറച്ചു നേരം കുടുങ്ങിപ്പോയി അല്ലേ. കുടുങ്ങിപ്പോയി അക്ഷരാർത്ഥത്തിൽ. അദ്ദേഹം ഒരു 45 മിനിറ്റോളം അവിടെ കുടുങ്ങി. അത് സുരക്ഷാ വീഴ്ചയാണോ അതോ എന്തെങ്കിലും പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ? ശരിക്കും അല്ല, അതൊക്കെ അറിഞ്ഞുകൊണ്ട് മോദി സ്വീകരിച്ചൊരു കരുതലാണ്. വിശ്രമിച്ചതാണ്. അതായത് മോദി കൊൽക്കട്ടയിൽ പോയിട്ട് ഡൽഹി എയർപോർട്ടിൽ ഉച്ചയ്ക്ക് 1:15 വന്നിറങ്ങുന്നത്. അതായത് കൽക്കട്ടയിലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ബംഗാളിലുണ്ടായിരുന്നു. അവിടെ ചില ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അദ്ദേഹം ഡൽഹിയിൽ വന്നു. 1:15 എയർപോർട്ടിൽ ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം നേരെ സേവാതീർത്ഥത്തിലേക്ക് പോകാനായിരുന്നു. അപ്പോൾ SPG പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, സർക്കാർ റെഡിയാണ്, നമുക്ക് പോകാം. അപ്പോൾ ഇദ്ദേഹം എയർപോർട്ടിൽ വന്നിട്ട് അവിടെ ഈ VIP ലോഞ്ചുണ്ട്, അവിടെ അദ്ദേഹം വന്നിരുന്നു. അപ്പോഴാണ് SPG പറഞ്ഞത്, സാർ വണ്ടി റെഡിയാണ്, നമുക്ക് പോകാം, സേവാതീർത്ഥത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞു, വേണ്ട, ഞാൻ ഇപ്പോൾ പോകുന്നില്ല. SPGയോട് പറയൂ, റോഡ് ബ്ലോക്ക് എല്ലാം മാറ്റാൻ പറയും. എനിക്ക് വേണ്ടി റോഡ് ബ്ലോക്ക് ചെയ്യരുത്, ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹം അതിന് പറഞ്ഞ കാരണം, ഇന്ന് നീറ്റ് പരീക്ഷ 2 മണിക്ക് ആരംഭിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് പരീക്ഷാ ഹാളിൽ എത്തണം. അതിന് വേണ്ടിയിട്ട് അവർ യാത്ര ചെയ്ത് വരുമ്പോൾ റോഡ് ബ്ലോക്കായാൽ, അതായത് പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് റോഡ് ബ്ലോക്കായാൽ അവർക്ക് സമയത്തിന് പരീക്ഷാ ഹാളിൽ എത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ 2 മണി കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തിറങ്ങുള്ളൂ. അതായത് 2 മണിക്ക് പരീക്ഷ ആരംഭിക്കും, സാരമില്ല, ഞാൻ 2 മണി കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 2 മണിക്ക് അവിടെ 2 മണി വരെ അദ്ദേഹം ഡൽഹി എയർപോർട്ടിൽ ഇരുന്നു. പത്രമൊക്കെ വായിച്ച് അവിടെ ഇരുന്നു. അതാണ് നരേന്ദ്രമോദിയുടെ കരുതൽ. അത് വലിയ രീതിയിൽ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം ബാംഗ്ലൂരിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഇത് തമ്മിൽ കമ്പയർ ചെയ്താണ് ആൾക്കാരിപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഈ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയായിട്ടുള്ള വ്യത്യാസം? എന്താണ് ഈ കോൺഗ്രസ് തുടരെ പരാജയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് BJP വിജയിക്കുന്നത്? നരേന്ദ്രമോദിയുടെ വോട്ട് ചോരി, നരേന്ദ്രമോദി EVM അട്ടിമറിച്ചു, BJP EVM അട്ടിമറിച്ചു എന്നൊക്കെയാണല്ലോ കോൺഗ്രസ് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവം എന്ന് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാവും. കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് എന്താ? രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഹമ്മദ് കി ദുക്കാൻ, സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. പക്ഷെ സത്യത്തിൽ അവിടെ വെറുപ്പിക്കലാണ് നടന്നിരിക്കുന്നത്. വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം അവിടെ പ്രവർത്തിപ്പിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അവിടെ ചെയ്തത്. ഈ നീറ്റ് പരീക്ഷ നടക്കുന്നു, ഉച്ചയ്ക്ക് അവിടെ ഒരു വലിയ റാലി ബാംഗ്ലൂരിൽ. ഒറ്റ കുട്ടികൾക്ക് പരീക്ഷാ ഹാളിൽ സമയത്തിനെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു രക്ഷിതാവ് പറയുന്നു 4 കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് ഒരു രക്ഷിതാവ് പറയുന്നു. അങ്ങനെ അത് ഒരു സെൻറ്ററിൽ. അപ്പോൾ അങ്ങനെ എത്ര സ്ഥലത്ത് കുട്ടികൾക്ക് ബോധപൂർവം നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഈ നമ്മൾ അറിയാമല്ലോ, ഈ നീറ്റ് പരീക്ഷയിൽ ഒരു ക്രമക്കേട് നടന്നു, 2ാം വട്ടവും ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി എന്തൊരു ബഹളമായിരുന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്
പക്ഷെ അങ്ങനെ സംഭവിച്ചു. ലക്ഷ്യം കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ നടപടിയെടുത്തു. ലക്ഷ്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം, രാജിയായിരുന്നു. തീർച്ചയായിട്ടും അവിടെ അദ്ദേഹം മറുപടി പറയാൻ ഉത്തരവാദിയാണ്. പക്ഷേ ഇത് ഒരു വലിയ പരീക്ഷയാണ്, അങ്ങനെ ഒരു ചെറിയ കാര്യമല്ല. അതിനകത്തുനിന്ന് അത് ആ സുരക്ഷാ വീഴ്ച ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, പക്ഷെ അത് സംഭവിച്ചു. കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ പരീക്ഷ റദ്ദ് ചെയ്തു. സുപ്രീം കോടതിയിൽ ആൾക്കാർ കേസിന് പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നടപടിയെടുക്കും, സുതാര്യമായി പരീക്ഷ നടത്താനുള്ള അടുത്ത നടപടികൾ സ്വീകരിച്ചു, പൈസ പിന്നെ പരീക്ഷ ഫീസ് അടയ്ക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ അതിന് നടപടിയെടുത്തു. ശരിയാണ്, കുട്ടികളുടെ മൊറാലിറ്റി, അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ തകർക്കുന്ന ഒരു കാര്യമാണത്. പക്ഷേ എങ്കിലും ലഭ്യമായ എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി എന്താ ചെയ്ത്, വലിയ രീതിയിൽ ഇതിനെ വിമർശിക്കുകയും ഇതിൻ്റെ പേരിൽ ഈ കോക്രോച്ച് ജെൻഡ പാർട്ടി റാലി നടത്തുന്നു, അങ്ങനെ ചെയ്യുന്നു, അവിടെ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നു. എങ്കിലും കേന്ദ്ര സർക്കാർ ശരിയാണ്, വീഴ്ച സംഭവിച്ചു, അതുകൊണ്ട് നമുക്കത് പുനഃപരീക്ഷ നടത്താം. ഇപ്പോൾ പുനഃപരീക്ഷ നടത്തിയപ്പോൾ ഒരു നഗരത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ തലസ്ഥാന നഗരത്തിൽ നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ കോൺഗ്രസ്സുകാരൊരു വലിയ റാലി കൊണ്ടുവച്ചു. വിദ്യാർത്ഥികൾക്ക് സമയത്തിന് എത്താൻ കഴിയുന്നില്ല. ഇത് സത്യത്തിൽ ഇത് ചതിയല്ലേ ഈ വിദ്യാർത്ഥികളോട് ചെയ്യുന്നത്? ഈ അവസാന നിമിഷം, അതായത് ഇവിടുത്തെ രീതി അനുസരിച്ചാണെങ്കിൽ പരീക്ഷാ ഹാളിൽ ഇത്ര മിനിറ്റ് മുമ്പേ എത്തിയിരിക്കണം. ബുർഖയോ ഈ പർദ്ദയോ ഒക്കെ ധരിച്ചു വരുന്നവർ ആഭരണങ്ങളൊന്നും പാടില്ല, അതെല്ലാവർക്കും ഇതാണ്. മറ്റത് അവർ നേരത്തെ തന്നെ ആ സ്പെഷ്യൽ ഡ്രസ് കോഡ് ആപ്ലിക്കേഷനിൽ കാണിച്ചിരിക്കണം. അവർ സമയത്തിന് അരമണിക്കൂർ മുമ്പേ, അതായത് റിപ്പോർട്ടിംഗ് ടൈമിനും അരമണിക്കൂർ മുമ്പേ അവരെത്തണം. അവരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടേ പരീക്ഷയ്ക്ക് ഇരുത്തുള്ളൂ. ബ്ലൂടൂത്ത് വഴിയും മറ്റുമൊക്കെ ഈ എന്താ പറയുക, ഇതിൻ്റെ മാൽ പ്രാക്ടീസ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നേരത്തെ തന്നെ അഫിഡവിറ്റ് കൊടുത്തിരുന്നു. പണ്ട് ഇതുപോലത്തെ ഒരു കേസ് വന്നപ്പോൾ അഫിഡവിറ്റ് കൊടുത്തതാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ആ മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവുള്ളൂ. ഇതെല്ലാം ചെയ്ത ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ട് അത് അട്ടിമറിക്കുന്ന തരത്തിലാണ് കർണാടകയിലെ കോൺഗ്രസ് ബാംഗ്ലൂരിൽ കൊണ്ട് റാലി വെച്ച് കളഞ്ഞത്. അപ്പോൾ ഇവർക്ക് സത്യത്തിൽ വിദ്യാർത്ഥികളോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ? ശരി, പോട്ടെ, ഇനി റാലി വെച്ചു, അവർക്കത് കുറച്ച് സമയം കഴിഞ്ഞ്, നീറ്റ് പരീക്ഷയുടെ സമയം കഴിഞ്ഞിട്ട് ആ റാലി ഓപ്പറേറ്റ് ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഇതെല്ലാം ഒരു ചെറിയ പ്രദേശത്ത്, ഒരു നഗരത്തിലാണെങ്കിൽ കൂടി ഞാൻ പറയുന്നത്, ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിക്കുന്ന കരുതൽ, തൻ്റെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ SPG റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രോട്ടോകോളാണ്. ബംഗളൂരു നഗരം 6 നഗരസഭകൾ ചേർന്നാണ് ബംഗളൂരു നഗരം. അതെ, വിമാനത്തോളം പോലും അടുത്ത മെട്രോ നഗരമാണ്. അവിടെ ഏതെങ്കിലും ഒരു പോക്കറ്റിൽ, വിധാനസൗധയിൽ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് മതി, അവിടെ ഒരു ബ്ലോക്ക് വന്നാൽ ബാംഗ്ലൂർ മൊത്തം ബ്ലോക്ക്, നഗരം മൊത്തം ബ്ലോക്ക്. ബാംഗ്ലൂരിലെ ബ്ലോക്ക് അറിയാം, മണിക്കൂറുകളാണ്. ബാംഗ്ലൂരിൽ ഇപ്പോൾ രാവിലെ 9 മണിക്ക് ജോലിക്ക് കയറേണ്ട ആള് വീട്ടിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങുന്നത്. ദുസ്സഹമാണ്. വീട്ടിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയില്ലെങ്കിൽ കയറാൻ പറ്റില്ല. എൻ്റെ സ്വന്തം അനുഭവം ഞാൻ പറയാം. ബാംഗ്ലൂരിൽ ചെന്നിട്ട് ഞാൻ ഇവിടുന്ന് ബസ്സിൽ പോയി ബാംഗ്ലൂർ ഇറങ്ങുന്നു, അവിടുത്തെ പ്രധാനപ്പെട്ട കെമ്പഗൌഡയിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് വലിയ ദൂരമൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ബ്രദറിനെ കാണാൻ പോയതാണ്. എന്നോട് പറഞ്ഞത്, ഒരു കാരണവശാലും ചേട്ടൻ ബസ്സിൽ കയറരുത്, നേരെ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് മെട്രോ സ്റ്റേഷനിൽ വരിക, മെട്രോയിൽ കയറുക, മെട്രോയിൽ കയറിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങുക, ഞാനിവിടെ സ്റ്റേഷനിലുണ്ടാവും. അങ്ങനെ മെട്രോയിൽ കയറി ഞാൻ സ്റ്റേഷനിൽ വന്നു, ഓട്ടോ പിടിച്ച് മെട്രോ സ്റ്റേഷനിൽ വന്ന്, മെട്രോയിൽ നിന്ന് ഞാൻ ഈ ഓട്ടോ പിടിച്ച് അവിടെ എത്താൻ തന്നെ എനിക്ക് ഏതാണ്ടൊരു അരമണിക്കൂറോളം എടുത്തു മെട്രോ സ്റ്റേഷനിലെത്താൻ. വലിയ ദൂരമൊന്നുമില്ല, അരമണിക്കൂർ ബ്ലോക്കിൽ കിടന്നു. അത് അവിടുത്തെ തിരക്ക് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബാംഗ്ലൂരിൽ ഒരു റാലി കൂടെ കൊണ്ടുവച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു സംസ്ഥാനം ഭരിക്കുന്ന ആ പാർട്ടിയുടെ റാലി ബാംഗ്ലൂരിൽ നടക്കുമ്പോൾ ഡൽഹിയിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ്, പേപ്പറും വായിച്ച്. ഞാൻ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിറങ്ങാം, കുട്ടികൾക്ക് പോകാനുള്ളതല്ലേ, SPGയുടെ ബ്ലോക്ക് എല്ലാം മാറ്റി കൊടുക്കൂ എന്ന് പറഞ്ഞു. ഇതിന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പേ, ഈ എന്തുകൊണ്ട് രാഹുൽ തോക്കുന്നു, എന്തുകൊണ്ട് കോൺഗ്രസ് തോക്കുന്നു എന്ന് വ്യക്തമല്ലേ? എന്തുകൊണ്ട് മോദി ജയിക്കുന്നു, എന്തുകൊണ്ട് BJP ജയിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലേ? അവിടെ വളരെ കൃത്യമാണ്,
ജനങ്ങളെ മനസ്സിലാക്കാത്ത, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ ജനദ്രോഹ നയങ്ങൾ പിന്തുടരുന്ന കോൺഗ്രസും രാഹുലും ഇനിയും തോൽക്കുകയുള്ളൂ. അതേസമയം അപ്പുറത്ത് ഇനി നരേന്ദ്രമോദി ഇപ്പം നീറ്റ് പരീക്ഷയിൽ വീഴ്ച വന്നു, ശരിയാണ്, കേന്ദ്ര സർക്കാർ അതിന് ഉത്തരം പറയേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ സുരക്ഷാ വിഷയത്തിലുള്ള എവിടെയോ ഉള്ളൊരു വീഴ്ച കൊണ്ട് ഇത് സംഭവിച്ചു. അങ്ങനെ വീഴ്ച വരാൻ പാടില്ല. പക്ഷേ എങ്കിലും ജനം അത് ക്ഷമിക്കാൻ തയ്യാറാകുന്നു. എന്താണ് കാരണം? മോദിയുടെ ചെയ്തികളാണ്, മോദി സ്വീകരിക്കുന്ന നിലപാടുകളാണ്, മോദി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒരു ഇതിപ്പോൾ പ്രധാനമന്ത്രിക്ക് ഈ പറഞ്ഞതുപോലെ അവിടെ 3/4 മണിക്കൂർ വിലപ്പെട്ട സമയമാണ് അദ്ദേഹത്തിൻ്റെ. ഒരു ദിവസം ഒന്ന് ആലോചിക്കണം, 16 മണിക്കൂർ ജോലി എടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. അദ്ദേഹം വിദേശത്തേക്ക് പോകുമ്പോൾ പോലും തൻ്റെ ഓഫീസിനെ മൊത്തം കൂടെ കൊണ്ടുപോവുകയാണ്. വിമാനത്തിനുള്ളിൽ വെച്ചും ഫയൽ നോക്കുന്നു, വിമാനത്തിനുള്ളിൽ വെച്ചും ചർച്ചകൾ നടത്തുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, അത് നടപ്പാക്കാനുള്ള നടപടികളിലേക്ക് പോകുന്നു. അങ്ങനെ നിരന്തരം ഒരു രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി, ഇപ്പുറത്ത് ഒരു തൊഴിലുമില്ലാത്ത കുറേ ആൾക്കാർ, അവരുടെ ഒരു നേതാവ്, ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ്? ഇത് തമ്മിലുള്ള അന്തരം ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നോക്കൂ, സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ അനുയായികളാണ് അവിടെ വെറുപ്പിൻ്റെ ഹോൾസെയിൽ വിൽക്കാൻ ശ്രമിച്ചത്, വിറ്റത്. ശരിക്കും അതാണ് പറയേണ്ടത്. അവർ വെറുപ്പിൻ്റെ ഒരു ഹോൾസെയിൽ വിൽപ്പനയാണ് അവിടെ നടത്തിയത്. മൊത്ത കച്ചവടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത് എന്നും അദ്ദേഹം ഭാവി പ്രധാനമന്ത്രിയായിരിക്കുകയുള്ളൂ. അത് കുറച്ച് കോൺഗ്രസ്സുകാർക്ക് മാത്രമേ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ, ബാക്കി ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പുറത്ത് നരേന്ദ്രമോദി എന്ന മനുഷ്യനെ ജനം നെഞ്ചേറ്റുന്നു. എല്ലാവരും ബി ജെ പിക്കാരായതുകൊണ്ടല്ല നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്നത്, ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത്, ഇതുകൊണ്ടാണ്. അല്ലാതെ നരേന്ദ്രമോദി പിന്നെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയത് കൊണ്ടോ, വോട്ട് ചോരി നടത്തിയത് കൊണ്ടോ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടത്തിയത് കൊണ്ടോ ഒന്നുമല്ല. നോക്കൂ, കേരളത്തിലല്ല, കേരള ഘടകത്തില്ല, CPIM ദേശീയ ഘടകം തന്നെ രാഹുൽ ഗാന്ധിയെ വെറുത്തു തുടങ്ങി, മടുത്തു തുടങ്ങി എന്ന് പറഞ്ഞു. അവർ ഒരാളെ മടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ അങ്ങേറ്റത്താണ് അവർ മടുക്കുക. അത്രയും നേരം അവരിങ്ങനെ 20 വർഷം എടുത്തു, 2004 കൂടിയതാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇനി ഒരു കാര്യമില്ല. അത് ഇനി എവിടെ പോയി. കാരണം അടിസ്ഥാനപരമായിട്ട് ഈ രാഹുലും കോൺഗ്രസും കാണിച്ചു കൂട്ടുന്ന ഇത്തരം ജനദ്രോഹ, ജനങ്ങളെ വെറുപ്പിക്കുന്ന നിലപാടുകളും നടപടികളുമാണ്. അവർ ഒരിക്കലും അതെന്താണെന്ന് വെച്ചാൽ, രാഹുൽ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ച ആളാണ്. വളരെ കൊച്ചിലെ കണ്ണു തുറന്ന് കാണുമ്പം തൊട്ട് എല്ലാം ആജ്ഞകളാണ്. ആ ആജ്ഞകൾ പാലിക്കാൻ 100 കണക്കിന് സേവകർ. അവരുടെ കുടുംബം അതായിരുന്നു. രാഹുൽ ജനിച്ചു വീഴുമ്പോൾ ഇവിടെ ഇന്ദിരയായിരുന്നു പ്രധാനമന്ത്രി, ഇന്ത്യയുടെ അമ്മുമ്മ. വെള്ളിക്കരണ്ടിയും മറ്റേ പെട്ടിയിൽ രാജ്യത്തിന്റെ പ്രമാണവും. അതെ, അതാണ് മനസ്സിലുള്ളത്. പ്രമാണം അവിടെ ഇരിപ്പുണ്ട്, ഞങ്ങൾക്ക് തീരെഴുതി തന്നിരിക്കുന്നതാണ്. ഈ മനോഭാവമാണ് രാഹുലിനെ ജനങ്ങളെ മനസ്സിലാക്കാൻ അനുവദിക്കാത്തത്. ഇതൊരു വലിയ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്, രാഹുലിന് മനസ്സിലാകുന്നില്ല. 50+ ആണ് രാഹുൽ ഗാന്ധി. ഒരു മനുഷ്യന് പക്വത വരേണ്ട കാലമൊക്കെ ഒരുപാട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അദ്ദേഹം 1970 72 കൊണ്ടാണ് ജന്മദിനം. ഇപ്പൊ 50+ ആയി, 56 വയസ്സായി. പക്ഷെ ഇനി അങ്ങനെ ഒരു പക്വത വരാനുള്ള യാതൊരു സാധ്യതയും. അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് വഴിമാറി കൊടുക്കാം. ഒരു പ്രതിപക്ഷം ഒന്ന് രസകരമാകട്ടെ. അതൊക്കെ അവരുടെ അങ്ങനെയല്ല, അവരെന്തോ ആയിക്കോട്ടെ, അവരുടെ അമ്മയും മക്കളും ഭരിക്കുകയോ മുടിക്കുകയോ അല്ലെങ്കിൽ അവർ പക്ഷേ പ്രതിപക്ഷം ഒന്ന് പിടി മുറിക്കാലല്ലേ പറ്റുള്ളൂ. ഒരു രാഷ്ട്രീയ കക്ഷി പുലർത്തേണ്ട ധാർമ്മികതയില്ലേ അതിനകത്ത്? ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇത്? ഇങ്ങനൊരു ദിവസത്തിൽ അവിടെ അങ്ങനെ ഒരു റാലി നടത്തുക? ഞാൻ പറഞ്ഞ ഒരു ചെറിയ റാലി ആയിരിക്കും. അതുകൊണ്ട് അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ വിവരങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതൊന്നും നമ്മൾ കയ്യെന്നിട്ട് പറയുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ വളരെ പ്രസിദ്ധരായ ആൾക്കാർ, അതായത് നരേന്ദ്രമോദി ഇങ്ങനെ ഇത് ചെയ്തിരിക്കുന്നു, നരേന്ദ്രമോദി 45 മിനിറ്റ് അവിടെ കാത്തിരിക്കുന്നു എന്നൊക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പങ്കുവെച്ച് വിവരങ്ങളിങ്ങനെ വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ്. അതുപോലെ ഈ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന നയം, ജനദ്രോഹ നയം, അതും സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിക്കുകയാണ്.
ഇതെല്ലാം ഇപ്പം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അതായത് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ ഒരു BJP-കാരനും എടുത്ത് പ്രചരിപ്പിക്കുന്നതായിരിക്കില്ല. ഇത് ജനം ഇത് നീറ്റ് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളെ തടസ്സപ്പെടുത്തി ഉടനെ അവരത് ഷെയർ ചെയ്യും. പടപടപടെ ഷെയറിങ് അങ്ങ് നടക്കും. അപ്പുറത്ത് വേറൊരാൾ നോക്കുമ്പോൾ പ്രധാനമന്ത്രി 45 മിനിറ്റ് ആനന്ദ് രംഗനാഥിൻ്റെ ട്വീറ്റ് വരുന്നു, അല്ലെങ്കിൽ ആനന്ദ് രംഗനാഥിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. പ്രധാനമന്ത്രി എയർപോർട്ടിൽ 45 മിനിറ്റ് വെയിറ്റ് ചെയ്തു. 1:15 അവിടെ എത്തിയ പ്രധാനമന്ത്രി 2 മണിക്ക് ശേഷമാണ് എയർപോർട്ടിന് പുറത്തിറങ്ങിയത്. കാരണം നീറ്റ് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് മാർഗതടസ്സം ഉണ്ടാക്കണ്ട. ഇത് പെട്ടെന്ന് ഇതെല്ലാവരും കാരണം ഇതൊരു മാനുഷികമായൊരു വശം അതിനകത്തുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് മോദിയുടെ ശത്രുവാണെങ്കിൽ പോലും, രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ പോലും അയാളും അത് പ്രചരിപ്പിക്കും. കൊള്ളാം, ഇതൊരു നല്ല കാര്യമാണ്. ഇത് ഈ ഒരു കെമിസ്ട്രി അത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മനസ്സിലാകുന്നില്ല. അത് ആരുടെയും കുറ്റമല്ല, അവരുടെ തന്നെ കുറ്റമാണ്, മറ്റാരുടെയും കുറ്റമല്ല അത്. എന്നിട്ട് വോട്ട് ചോരി, EVM ഹാക്കിംഗ്, വോട്ടർ പട്ടികയിൽ ക്രമക്കേട്, വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട്, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക, ഉണ്ടയില്ല വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുക. കോൺഗ്രസ് എന്ന് നന്നാവും? രാഹുൽ ഗാന്ധി എന്ന് ഒരു ഈ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ നേതാവായി, പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായി മാറും? ഇതും ഭാവി പ്രധാനമന്ത്രി പോലെ ഭാവി സ്വപ്നമായി. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇപ്പോൾ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. പക്ഷേ എങ്ങനെയൊക്കെ ജനങ്ങളെ വെറുപ്പിക്കാം എന്ന കാര്യത്തിൽ അവർ വലിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ തന്നെ അത് തുടരട്ടെ. കാരണം ക്രിയാത്മകമായ പ്രതിപക്ഷം ഉണ്ടാകേണ്ടത് ജനത്തിന്റെ ആവശ്യമാണ്. ജനത്തിന് തെറ്റുകുറ്റങ്ങൾ, ജനത്തിന് സർക്കാരിന്റെ ഭാഗത്ത് ഇതുപോലെ നീറ്റ് പോലെ എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ അത് യുക്തിസഹമായിട്ട് അതിനെ പാർലമെന്റിൽ എതിർക്കാനും, പാർലമെന്റിൽ അത് ചർച്ച ചെയ്യാനും, അതിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും, സർക്കാരിനെ കൊണ്ട് നടപടി എടുപ്പിക്കാനും എല്ലാം പ്രതിപക്ഷമാണ് വേണ്ടത്. അതെ, അങ്ങനൊരു പ്രതിപക്ഷമെങ്കിലും, അങ്ങനൊരു ധർമ്മമെങ്കിലും ഈ പ്രതിപക്ഷം നിർവഹിക്കണ്ടേ? അതിന് പകരം ജനങ്ങളെ ദ്രോഹിക്കുകയാണോ വേണ്ടത്? ജനങ്ങൾ ചിന്തിക്കട്ടെ.